ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മിഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രയുടെ മോചനത്തിന് വേണ്ടി AP ഉസ്താദിന്റെ ഇടപെടൽ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണല്ലോ. യമൻ കോടതി അവിടുത്തെ സുപ്രീം കോടതി പോലും നിമിഷ പ്രിയയെ ജൂലൈ 16 തൂക്കിലേറ്റുമെന്നാണ് വിധിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും മറ്റും ഒക്കെ ഇടപെട്ടിട്ടും ഈ നിമിഷ പ്രിയ കൊലപ്പെടുത്തി എന്ന് പറയുന്ന അവരുടെ കുടുംബം മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് കൊടുക്കാത്തതിന്റെ പേരിൽ തീർച്ചയായിട്ടും 16 തന്നെ നിമിഷ പ്രിയയെ തൂക്കിലേറ്റുമെന്നാണ് അവിടുത്തെ വന്ന റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇപ്പോൾ നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാകുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തത് ഇവിടെ വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി മോചനദ്രവ്യമായിട്ടുള്ള തുക റഹീം ഫണ്ടിൽ നിന്ന് കൊടുക്കുമെന്നും റഹീമിന്റെ കുടുംബങ്ങളും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണല്ലോ. ഇവിടെ നിമിഷ പ്രിയയുടെ വിഷയത്തിൽ ഇതിനു മുമ്പ് വളരെയധികം വർഗീയപരമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് റഹീമിന്റെ മോചനത്തിന് വേണ്ടി ബോച്ചെ ജനസമ്മേളനത്തിന് ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ട് യമനിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ വർഗീയപരമായിട്ട് തീവ്രപരമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിപ്പിച്ച ഒരു കൂട്ടരുണ്ട്. അപ്പൊ അവരൊക്കെ വായടുപ്പിക്കുന്ന തരത്തിലേക്കാണ് നിമിഷ പ്രിയയുടെ വിഷയം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഇസ്ലാമിക പണ്ഡിതനായ ഒരു വ്യക്തിയും മാത്രമല്ല റഹീമിന്റെ മോചനത്തിന് വേണ്ടി സ്വരൂപിച്ച ഫണ്ടിൽ നിന്ന് ബാക്കി വന്ന കൊടുക്കുമെന്നുള്ള ആ റഹീമിന്റെ കുടുംബം ഒരു മുസ്ലിം കുടുംബം പറഞ്ഞതിന്റെ ഒക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ വർഗീയപരമായിട്ട് പരാമർശം നടത്തിയവരോടൊക്കെ വായ അടുപ്പിക്കുന്ന തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോ നിമിഷ പ്രിയയുടെ വിഷയം വളരെ ഗൗരവമായിട്ട് കേന്ദ്ര സർക്കാരും മറ്റുമൊക്കെ ഇടപെട്ടിട്ടും അതൊന്നും ഫലപ്രദമായി നടക്കാത്ത പക്ഷത്തിലാണ് AP ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇവിടെ സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത് ഒരു ഇസ്ലാമിക പണ്ഡിതൻ, യമനുമായി സ്വാധീനമുള്ള ഒരു പണ്ഡിതൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അതായത് AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് നിമിഷ പ്രിയയുടെ മോചനം സാധ്യമാകുമെന്നൊക്കെയാണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിമിഷ പ്രിയ ചെയ്ത, അതായത് വാർത്തയിൽ കേട്ടതും വായിച്ചതും അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. നിമിഷ പ്രിയ ചെയ്ത കൊടും ക്രൂരത ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത്രക്കും പൈശാചികമായിട്ടായിരുന്നു നിമിഷ പ്രിയ ആ കൊലപ്പെടുത്തിയ വ്യക്തിയോട് ചെയ്തത്. അത് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വിദേശത്ത് നിരവധി പ്രവാസികൾ നിസാര പ്രശ്നത്തിന്റെ പേരിലൊക്കെ ജയിലിൽ കഴിയുന്നതായിട്ടാണ് അറിയുന്നത്. അതായത് വിസ കീറുന്നതിന്റെ പേരിൽ, സ്പോൺസർ മാറിയതിന്റെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ജയിലിൽ കഴിയും. പിഴ തുക അടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വർഷങ്ങളായി ജയിൽ കഴിയുന്ന പ്രവാസികളുണ്ടെന്ന് അറിയാൻ കഴിയും. അപ്പൊ അവരെയും നാട്ടിലെത്തിക്കാൻ എന്തുകൊണ്ട് ഇത്തരം ആൾക്കാർ ഇറങ്ങുന്നില്ല എന്ന കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം ഈ പാവങ്ങളൊക്കെ അവിടെ ജയിലിൽ കഴിയുന്നത് മൂലം നാട്ടിലുള്ളവർ വളരെയധികം പ്രയാസത്തിലാണ്, അവരുടെ കുടുംബങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൊലപാതകം ചെയ്ത വ്യക്തിയെ, വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു വ്യക്തിയെ പോലും നമ്മുടെ മലയാളികൾ ഒന്നടക്കം നിന്നുകൊണ്ട് ഇവിടുത്തെ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മോചിപ്പിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു നിസാര പ്രശ്നങ്ങളൊക്കെ ചെയ്തതിന്റെ പേരിൽ അവിടെ വിദേശങ്ങളിലേക്ക് കഴിയുന്ന പ്രവാസികളെയും നാട്ടിലെത്തിക്കാനും വലിയ പ്രയാസങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷ പ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടവരൊക്കെ അത്തരം പാവങ്ങളായ പ്രവാസികളുടെ വിഷയത്തിലും ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.